ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ ഒരു വർഷത്തിൽ 10,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന അത്രയും സൈസുള്ളൊരു ബിസിനസ്സാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന താലൂക്കിൽ എത്ര കോടി രൂപയുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളവർ നമ്മൾ തന്നെ ആദ്യം പഠിക്കണം. അതും ഇത്രയും ഒരു പുഷ് മാർക്കറ്റിങ്ങും ആവശ്യമില്ലാതെ വേറെ നോർമലി ഇവിടെ ഒരു പ്രൊഡക്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐഫോണിൻ്റെ കണക്ഷൻ ഇതിൻ്റെയാണ്, റിലയൻസിൻ്റെ ജിയോയുടെ കണക്ഷനാണ്. അതിൻ്റെ ചാർജ് ചെയ്യാനായിട്ട് എനിക്കൊരു 10 കോൾ വന്നു. എൻ്റെ ടൈം തീരുവാണ് സാറേ, അത് രണ്ടാമത് പെട്ടെന്ന് ഇത് ചെയ്യണം, ഉടനെ ചെയ്യണം, നാളെ തീരുവാണ്. ലോക്കൽ ആൾക്കാർ തന്നെ വിളിക്കുവാണ്. എന്നിട്ട് എന്നോട് പറയുവാണ്, ഞാൻ വേറെ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന അത് കൂടുതൽ ഉപയോഗിക്കുന്നല്ല. അങ്ങനെയാണെങ്കിൽ സാറേ മിനിമം 20 ദിവസത്തേക്കൊരു പ്ലാനുണ്ട്. അതായത് നമ്മൾ ഇതിൽ പോവാതെ വേറൊരു സർവീസ് പ്രൊവൈഡറിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി 10 കോള് ഒരു 179 രൂപയുടെ ചാർജ് ചെയ്താൽ 20 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് എനിക്ക് 10 പ്രാവശ്യം കോള് വന്നെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് പോലും ചെയ്യുന്നുണ്ടോ? ഇങ്ങോട്ട് വിളിക്കുന്നവരെ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നിട്ടൊരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് കാറ്റഗറിയുടെ പ്രത്യേകത ഞാൻ ചിന്തിച്ചത്. ഈ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി ആൾക്കാർ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്നു. ഇപ്പം തന്നെ ഇപ്പോൾ സാറൊക്കെ തന്നെ അറിയാം, ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കില്ലേ? എത്ര കമ്പനിയുടെ കസ്റ്റമർ അങ്ങോട്ട് വിളിക്കുന്നു. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാൻ മേല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ മേല വേറെ ബിസിനസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്. ഒരു ഇൻഷുറൻസ് വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അറിയാം, ഒരു ഇൻഷുറൻസിൽ ഒരു പോളിസി ക്ലോസ് ചെയ്യണം എത്ര പേരെ കണ്ടുവരും? നോർമലി ഒരു ഹെൽത്ത് ഒരു ലൈഫ് ഇൻഷുറൻസ് മിനിമം 10 പേരല്ലേ. 10 പേരെ കണ്ടിട്ട് അവരെ ക്ലോസ് ചെയ്യുക, അല്ലാതെ അവർ സ്വമേധയം വാങ്ങുന്നതല്ല, പിടിച്ചു മേടിക്കുക. നമ്മൾ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത്. അവനെ ക്ലോസ് ചെയ്യുക, നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർ സ്വമേധയല്ല, അവരെ പിടിച്ച് ക്ലോസ് ചെയ്യുക. 10 പേരുടെ പുറകെ നടന്നിട്ട് ഒരാളെ കിട്ടുമ്പോൾ ഇവിടെ ചുമ്മാ ഒരു സാധനം ഇട്ടാൽ അന്നേരം വാഴയ്ക്ക് പറ്റുമോ തെങ്ങിന് പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും അങ്ങോട്ട് പോയി വർക്ക് ചെയ്യുന്നവർ ഇല്ലാത്തതുകൊണ്ടാണ്. നാളെ ആവും. അങ്ങോട്ട് പോയി സാധനം കൊടുത്ത് ഫോളോ അപ്പ് ചെയ്ത് സാധനം കൊടുക്കുന്നവർ ഈ ഇൻഡസ്ട്രിയിലും വരും. ഭാഗ്യവശാൽ വന്നിട്ടില്ല. അത് വേണേൽ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം. കാരണം ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓരോ ബിസിനസ് സാധ്യതയെക്കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നിപ്പം പല ആൾക്കാരുടെയും വീട്ടിൽ മിക്സി, ഫാന്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ റിപ്പയറുകളുണ്ട്. ഒരു ലൈറ്റ് കേടായി, ഒരു പൈപ്പ് പൊട്ടിപ്പോയി. ഇന്നൊരു പ്ലംബറെ വിളിച്ചാൽ കിട്ടാനുണ്ടോ? ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ഡോക്ടറെ കാണാൻ എളുപ്പം. ഇന്ന് തീരുമാനിച്ച് ഇന്നൊരു ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് കിട്ടും, ഒരു പ്ലംബറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയില്ല. ഭയങ്കര പാടാണ്. അതൊക്കെ നേരെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചാരെങ്കിലും സർവീസ് തരുന്നൊരവസ്ഥ വന്ന് എന്തുമാത്രം ബിസിനസ് ഉണ്ടെന്ന് ആലോചിച്ചേക്കും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ? ഞാൻ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ എന്തുമാത്രം ബിസിനസ് കിട്ടുമെന്ന് ആലോചിച്ചു. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ. അപ്പോൾ കാരണം ഒരു വലിയ ബിസിനസ്സുകൾ പലപ്പോഴും ഉണ്ടാകുന്ന എങ്ങനെയാണെന്നറിയോ? മാർക്കറ്റ്. ഇപ്പോൾ ചിറ്റലപ്പള്ളി കൊച്ചേസപ്പ് ഇത്രയും വലിയ ബിസിനസ്സുകാരനാവാൻ കാരണം പണ്ട് പവർ പ്രശ്നം ഉണ്ടായിരുന്നു. കേരളത്തിലൊക്കെ ദിവസവും കറണ്ട് പോകും. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. കറണ്ട് പോയാൽ ചിലപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 2 ആഴ്ചയും പറ്റും കറണ്ടില്ല കിടന്നുണ്ട്. 2 ആഴ്ച വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ അവിടെ ഇല്ല. 2 ആഴ്ചയും പറ്റും ഇല്ല. വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. എല്ലാവരും മണ്ണെണ്ണ ഒഴുക്കും വെച്ചാണ് നമ്മൾ ചെയ്തത്. ആ സമയത്ത് വേറൊരു ബിസിനസ്സുകാരൻ ചിന്തിച്ചത് എല്ലാവരും പ്രോബ്ലത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ചിന്തിച്ചത് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ മുഴുവൻ ബിസിനസ് എനിക്കാവും. ഈ പവർ പ്രശ്നത്തിന് പകരം ഞാൻ നേരെ ഇൻവെർട്ടർ കൊണ്ടുവരാമെങ്കിൽ എല്ലാവരും മേടിക്കുന്നു. പുള്ളി ചിന്തിച്ചിടത്തുനിന്നാണ് പുള്ളി വലിയ ബിസിനസ്സുകാരനായത്. എന്ന് പറയുന്ന പോലെ മാർക്കറ്റിനുള്ള പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നത് ആരാണോ, അവർക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്ന ആരാണോ അവർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് ഈ ഗ്യാപ്പ്. അതായത് ഞാൻ ശരിക്കും ആലോചിച്ചത്, എനിക്ക് ഇതിൻ്റെ കോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഇത്രയും ചിന്തിച്ചു. ഇത്രയും ഒരു 175-179 രൂപയ്ക്ക് തന്നെ റീചാർജ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി 10 കോൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ അതുപോലെയൊക്കെ വർക്ക് ചെയ്താൽ എന്നതായിരിക്കും വോളിയം? അറ്റൻഡ് ചെയ്യുന്നില്ല ഇവിടെ ആൾക്കാർ. ഞാൻ ഉൾപ്പെടെ 65 ഏക്കർ തൃശ്ശൂർ എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി. ഞാൻ പോകാത്തതുകൊണ്ടാണ് നടക്കാത്തത്. എന്നെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ എൻ്റെ മനസ്സിലേ ഇല്ല. എനിക്ക് പുതിയ കാരണം കസ്റ്റമറെ കാണാൻ പോയാൽ ഇപ്പം ശരത്ത് ഇവിടെ ഒരു ഫിനാൻസ് കമ്പനി, ഇപ്പം ഇവിടെ അല്ലായിരുന്നു, മുത്തൂറ്റിലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മുത്തൂറ്റ് നിങ്ങൾ ചുമലയും നീലയാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷനാണ്. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആയിരിക്കും. ഇവർ മാനേജ്മെൻറ്റ് ഓണർമാർ ഭയങ്കര കൂട്ടുകാരും ചേട്ടാനിമാരായിരിക്കും. എംപ്ലോയീസ് മറ്റേനെ കുറ്റം പറഞ്ഞിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എംപ്ലോയി ആകുന്നത് മറ്റേ ബിസിനസ്സുകാരനാകുന്നതിൻ്റെ കാരണം. ഇപ്പോൾ കേരളത്തിൽ പോപ്പിക്കുട, ജോൺസ് രണ്ടും ഒന്നിച്ച് പ്രവർത്തിച്ചു വരും. ഇപ്പോഴും ഒന്നിച്ചാണ്. പോപ്പിക്കുടയുടെ ഓഫീസിൽ പോയാൽ അന്നേരം അപ്പുറം കയറിയിട്ട് പോകണമെന്ന് പറയും. അവരെന്താ ചെയ്ത സ്ട്രാറ്റജി എന്താണ്? മാർക്കറ്റിൽ ഇവർ തന്നെ വേറൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തു. ഇല്ല വേറെ കോമ്പറ്റീറ്റർ വരും. വേറെ കോമ്പറ്റീറ്റർ വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ പല ആൾക്കാർ ഇവിടെ ഒരു കട തുടങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്തേനോട് കോമ്പറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതെന്നാന്ന് പറയും. ഇവൻ്റെ കോമ്പറ്റീഷനെ ഇവർ തന്നെ ഉണ്ടാക്കും.
അപ്പുറം ഒരു കട വന്നിട്ട് ഇവരെക്കാൾ നല്ല ഞാനെന്നും പറഞ്ഞ് അവിടെ വെച്ച് അവിടുത്തെ എംപ്ലോയിക്കൊന്നുമില്ല, എംപ്ലോയിക്ക് ഇത് അവൻ്റെ ടാർഗറ്റ് ടച്ച് ചെയ്യാൻ പറ്റില്ല. അവൻ പറയും ആ കടയിൽ നിന്ന് മേടിക്കരുത്, എൻ്റെ കടയിൽ നിന്ന് മേടിക്കണം എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് വർക്ക് ചെയ്തോളും. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു കോമ്പറ്റീറ്റർ കയറി വരികയില്ല. ഇങ്ങനത്തെ സ്ട്രാറ്റജികളാണ് ഒരു മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം എന്നാണ്, പക്ക മാർക്കറ്റിംഗ്, പക്ക ബിസിനസ്സാണ്. അത് എത്ര നന്നായിട്ട് ഓരോ സെഗ്മെൻറ്റിലേക്കും ടാർഗറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജികൾ കൊണ്ടുവരുന്നവർ വിജയിക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് പോകും, ഇത്രയേ ഉള്ളൂ. കറക്റ്റ് സ്ട്രാറ്റജി ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ ഗെയിമുകളാണ്. മാർക്കറ്റിംഗും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒക്കെ ഒരു CEO ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഇവിടുത്തെ പല പാർട്ടിയുടെ നേതൃത്വം അവർക്കൊക്കെ അഡ്വൈസേഴ്സ് ഉണ്ട്. നമ്മുടെ വിചാരം ഇവർക്ക് ചുമ്മാ അവർക്ക് വായിത്തോന്ന് പറയുന്നതാണ്. അല്ല, അവർക്ക് ഭയങ്കര പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് ഉണ്ട്. അവർ ആർട്ടിഫിഷ്യലായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കും, ഇഷ്യൂസ് ഉണ്ടാക്കും, ആൾക്കാർ തിരിച്ചു വിടാനായിട്ട് അങ്ങോട്ട് തിരിക്കണം, അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കണം, ഇങ്ങോട്ട്. ഇതിനൊക്കെ PR ഗ്രൂപ്പുകളുണ്ട്. PR-ന്റെ ഗ്രൂപ്പ്. ഇപ്പോൾ ഏറ്റവും ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്തുണ്ട് ഏറ്റവും വലിയ PR. പുള്ളിയെ കണ്ട എല്ലാവരും ചീത്ത പറയാല്ല. പുള്ളിയുടെ ആ ഒരു വേഷവും ഡാൻസും വൃത്തികേടും വായ തുറന്ന വൃത്തിയുടെ പറയുള്ളൂ. ഇതൊക്കെ കാണുമല്ലേ, എല്ലാവർക്കും ഒരു അരോചകമായിരുന്നല്ലോ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനെ കേട്ട്. എത്ര പെട്ടെന്ന് പുള്ളി ഹീറോ ആയി മാറിയത്. ഹീറോ എന്ന് മാറുന്നില്ല, ഉടനെ പിറ്റേ ദിവസം രാവിലെ പുള്ളി തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇറക്കി. ഈ സാധനം മുഴുവൻ ആൾക്കാരും എല്ലാ ദിവസവും വൈകുന്നേരം ഗിഫ്റ്റ് 10 ലക്ഷം രൂപ ഓരോരുത്തർക്കും കൊടുക്കുക. പുള്ളി ഒരൊറ്റ ദിവസം ഒരു 50 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതൊക്കെ സ്ട്രാറ്റജി, അതിനൊക്കെ PR ടീമുകളുണ്ട്. അതായത് ഒരു ഇമേജ് നശിച്ചു പോയ, ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഉണ്ട്. ഇമേജ് നശിച്ചു പോയിട്ടുള്ള ഒരാളെ ഇമേജ് റീബിൽഡ് ചെയ്യുന്ന ബിസിനസ്സുണ്ട്. അവരതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിനനുസരിച്ച് ചിലപ്പോൾ ചാരിറ്റി ആയിരിക്കും, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് രണ്ടാമത് ഇവരെ പഴയതിൻ്റെ 100 ഇരട്ടി വലിയ ലെവലിലേക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ടീമുണ്ട് എന്ന് പറയും. ഇതെല്ലാം മാർക്കറ്റിംഗാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, നമ്മളൊന്നും സത്യത്തിൽ ഇതുവരെ ഗ്രീൻ പ്ലാന്റിനെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് വരെ ഗ്രീൻ പ്ലാന്റ് നമ്മൾ തുടങ്ങിയതിന് ശേഷം ഒരു 250 ml പ്രൊഡക്റ്റ് പോലും ഒരാൾക്ക് ആവശ്യമില്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടില്ല. ആരെങ്കിലും നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരാരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. നമ്മളെല്ലാവരോടും പറഞ്ഞിട്ട് കാരണം ഒരു കർഷകരാണ് നമ്മുടെ മുമ്പിലുള്ള കസ്റ്റമേഴ്സ്. അവർ ഓൾറെഡി പ്രോബ്ലത്തിലാണ്. അവരുടെ പ്രോബ്ലത്തിന് വേണ്ടി എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാവുന്നുള്ള ആംഗിളിൽ കൂടെയാണ് ഈ കമ്പനി തുടങ്ങിയതും. നമ്മളും അത് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഇവരുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നമ്മളോട് ഉണ്ടാക്കി കൊടുക്കാവോ, ഈ ഒരു ആംഗിൾ എന്ത് കൊടുക്കാൻ പറ്റും. നോർമൽ ആൾക്കാർ 2 ടൈപ്പ് ആൾക്കാർ മാർക്കറ്റിലുണ്ട്, ഗിവേഴ്സ് ആൻഡ് ടേക്കേഴ്സ്. ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും മറ്റുള്ളവൻ്റെ ഊറ്റിയാണെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഗിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവേഴ്സാണ് ലോങ് ടൈം വലിയ ലെവലിൽ അസറ്റ് ഉണ്ടാക്കുന്നത്. അവരെപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, എന്തെനിക്ക് കൊടുക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഈ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നവരാണ് ഗിവേഴ്സ്. ആ ഗിവേഴ്സാണ് കൃഷിക്കാർ മിക്കവാറും എല്ലാവർക്കും ഗിവേഴ്സാണ്. ഇതുപോലെ തന്നെ കൃഷിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരും നമ്മളൊരു ഗിവേഴ്സ് ആയിരിക്കണം. എന്തെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത നമ്മൾ ഗ്രീൻ പ്ലാന്റ് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നും മുതൽ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഗ്രീൻ മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇത് തുടങ്ങിയത് തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലത്തെ ട്രെയിനിങ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു സെയിൽസ് ട്രെയിനിങ് പോലും അതിനിടയിൽ ചിലപ്പോൾ കൃഷിക്കാർ മാത്രം വന്നിരിക്കും. അവരോട് നമുക്ക് ഇത് പറയാൻ പറ്റിയില്ല. പലപ്പോഴും ബിസിനസ്സിനെ കുറിച്ച് ഇൻകത്തിനെ കുറിച്ച് പറയുന്നത് കൃഷിക്കാർ ചിലപ്പം മുഖം ചൊളിക്കും. സത്യത്തിൽ അവരും മനസ്സിലാകുന്നില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണെന്ന് പലർക്കും അറിയില്ല. കൃഷി എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്, അങ്ങനെ കാണണം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പോലെ രാജ്യങ്ങളൊക്കെ ഇത്രയും കൃഷിയിൽ വളർന്നതിൻ്റെ കാരണം എന്താണ്? ഒരു പ്യൂർ ബിസിനസ്സായിട്ടാണ് കാണുന്നത്. അത് ബിസിനസ്സാണ്. അത് പലർക്കും മനസ്സിലാകുന്നില്ല. അയ്യോ ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ ബിസിനസ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സല്ലേ. കാരണം നമ്മളൊരു ഏക്കർ സ്ഥലമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 1 ഏക്കർ ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കി, 1 ഏക്കർ ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ആ മാനുഫാക്ചറിങ് യൂണിറ്റ് എത്ര നന്നായിട്ട് മാനേജ് ചെയ്യുന്നു, എന്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. ഒരു പ്ലാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു മരമാണെന്ന് നമുക്കറിയാം. അതിനേക്കാളും ചക്ക മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കി, ചക്ക മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ് പ്ലാവ്, തേങ്ങ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ് തെങ്ങ്. ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കി. ഈ പല പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കൃഷിക്കാരൻ. ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിലൊക്കെ അവരുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കൃഷി ചെയ്ത 15 വർഷമേ ഉള്ളൂ. 15 വർഷത്തിൻ്റെ ഏറ്റവും പീക്ക് പ്രൊഡക്ഷനുള്ള സമയത്ത് അവർ കൃഷി ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുക, കഴിഞ്ഞ് വെട്ടി ദൂരെ കളഞ്ഞ് ചൂട്ടെ വെട്ടിയിട്ട് വീണ്ടും റീപ്ലാന്റ് ചെയ്യും. 15 വർഷം പീക്ക് പെർഫോമൻസ് കിട്ടുന്ന അത്രയും സമയം അവർ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പേര് 1 ലൈക്ക് ക്ലബ്ബ് എന്നുള്ള പേര് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ GP ഫാസ്റ്റ് ട്രാക്ക് എന്നാക്കാം. 1 ലൈക്ക് ക്ലബ്ബ് എന്ന് പറയുമ്പം ചില ആൾക്കാരുടെ വിചാരം 1 ലക്ഷത്തിൻ്റെ കച്ചവടം നടത്തിക്കാൻ വേണ്ടിയാണെന്ന് ഒരു ധാരണ വേണ്ട. അത് അങ്ങനത്തെ ധാരണ ഉണ്ടെങ്കിൽ, അല്ല അങ്ങനത്തെ ഒരു ആവശ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ ടേൺ ഓവർ. മറ്റു വളക്കമ്പനി വിൽക്കുന്ന പോലെ അഗ്രസീവായിട്ട് ഇറങ്ങി നടന്ന് കൃഷിക്കാരൻ്റെ തലയിലേക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് കാശ് മേടിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാ വളക്കമ്പനിയും ചെയ്യുന്നത്. ഒരു മനസാക്ഷിയും കാണിക്കാറില്ല. അതായത് ഞങ്ങളോട് തന്നെ ചില ആൾക്കാർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് നമ്മൾ ചെന്ന് വളരെ ചെറിയൊരു ഏരിയയിൽ, അല്ല ചേട്ടനൊരു ചെറിയ ഏരിയ ചെയ്ത് നോക്ക്,
ചേട്ടനത് ബോധ്യപ്പെട്ട് അതിൻ്റെ റിസൾട്ട് ബോധ്യപ്പെട്ട് ബാക്കി മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ സ്നേഹത്തിൽ പറഞ്ഞ് ചെറിയ ചിലപ്പോൾ ഒരു ട്രയൽ ഒരു പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ് അല്ല 1000 രൂപയുടെ 1500 രൂപയുടെ സാധനം കൊടുത്തിട്ട് വലിയ ഏലം മേഖലയിൽ പോലും 10 ഏക്കറും 20 ഏക്കറും 50 ഏക്കറും ഉള്ള ആൾക്കാരുടെ അടുത്ത് പോലും നിങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്ക്, കുറച്ച് ഏരിയയിൽ ഉപയോഗിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് 1000 രൂപ 2000 രൂപയുടെ സാധനം കൊടുത്തിട്ട് പോരുമ്പോൾ ഞങ്ങൾ ഇറങ്ങി തൊട്ട് പുറകെ വേറെ ഓരോ കമ്പനിയുടെ അത് വെറും ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് കൊണ്ട് അവൻ ആമ്പിളർ കൊണ്ട് 50,000 രൂപ 1,00,000 രൂപയുടെ കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് പോകുന്നു. നമ്മൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ കൃഷിക്കാരൻ അതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം 50,000 രൂപയുടെ സാധനം മേടിച്ചിട്ട് അത് ഉപയോഗിക്കുമോ, ഈ 2000-ന്റെ ട്രയലും വെച്ചുകൊണ്ടിരിക്കുമോ. അപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ പോളിസി മാറ്റിയില്ല. നമ്മൾ ട്രയലുകൾ മാത്രം ചെയ്യിച്ച് കൃഷിക്കാരെ ബോധ്യപ്പെടുത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി ബിസിനസ് നമുക്ക് നഷ്ടമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഓളിയം കയറ്റാനാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള അഗ്രസീവായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളെ പോലെ പ്രോഡക്റ്റ് പമ്പ് ചെയ്താൽ മതി, പ്രോഡക്റ്റ് പുഷ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് പുഷ് ചെയ്ത് നമ്മൾ കൃഷിക്കാരനെ ഓൾറെഡി കൃഷിക്കാർ പലരും പ്രോബ്ലത്തിലാണ്. ഇനി കുറച്ചുകൂടെ അവരെ നമ്മൾ പ്രോഡക്റ്റ് കച്ചവടം നടത്തി അവരുടെ നിന്ന് കാശും മേടിച്ചുകൊണ്ട് പോരുന്നൊരു നമ്മൾ എൻജോയ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട്. അത് നമ്മളിപ്പം സീനിയർ ആയിട്ടുള്ള ഒരാൾ അങ്ങനത്തെ സംഭവം ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു ബിസിനസ്സുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ സെയിൽസിലും മാർക്കറ്റിങ്ങിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പെർഫോമൻസ് ക്ലബ്ബ് ഉണ്ടാക്കുക. 1 lakh എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ ചെയ്തവരുണ്ട്, ചെയ്യാവുന്നതുമാണ്. നമ്മൾ ടോപ്പ് പെർഫോമേഴ്സിന് പ്രത്യേകമായിട്ട്, കാരണം ഇനി മുതൽ അങ്ങനെ നമ്മൾ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ, കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നവർ വെറും കൃഷിക്കാർ മാത്രമായിരിക്കും, ബിസിനസ് ആയിരിക്കും ഇതിനകത്ത് സംസാരിക്കുന്നത് പറഞ്ഞതിൻ്റെ കാരണം. ഇതിനകത്ത് ചിലപ്പോൾ ഒരു കൃഷിക്കാരുണ്ട്, അവരെ സംബന്ധിച്ച് അവരുടെ പറമ്പിലെ വാഴയ്ക്ക് വളരുന്നതിനെ കുറിച്ചായിരിക്കും ഈ ടോട്ടൽ പരിപാടിയെക്കുറിച്ച്. നമ്മൾ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് നിന്ന് ഇത്രയും പൈസയും കൊടുത്ത് ഇവിടെ ഇരുന്നിട്ട് രാവിലെ മുതൽ വാഴയുടെ കൃഷി ഇങ്ങനെ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല. അതിന് നമുക്ക് ഇഷ്ടംപോലെ വേറെ വേദികളുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്നവരെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിലെ വരുന്ന ഒരു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. എല്ലാ പഞ്ചായത്തിലും ആൾക്കാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഗ്രീൻ പ്ലാന്റ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം കൃഷിക്കാർ കാർഷിക രംഗത്ത് നിൽക്കുന്നവർ അത്രമാത്രം പ്രോബ്ലത്തിലാണ്. നിങ്ങൾക്ക് തന്നെ പലർക്കും നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും. ഇവിടെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകൾ വിചാരിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാത്ത കേസുകളിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ധാരാളമുണ്ട്, ഒന്നൊന്നുമല്ല, ധാരാളം അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഇരുന്നിട്ട് എനിക്ക് അനുഭവം ഉണ്ടോ, നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി അനുഭവം ഉണ്ടാകാൻ പോകുന്നതാണ്. പല സയൻറ്റിസ്റ്റുകളും പല വളക്കമ്പനികളും ഇവിടെ ശ്രമിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാതെ. കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത്, സാറിൻ്റെ ആയിരുന്നോ ആരാണ്ട് പറഞ്ഞത്, അവർ സയൻറ്റിസ്റ്റുകളെല്ലാം വന്ന് നോക്കിയിട്ട് രക്ഷയില്ലായിരുന്നത് നമ്മൾ റെഡിയാക്കിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെടി നശിച്ചു പോയത് അല്ലേ? ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചു, ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പുതിയ സാധനം കണ്ടുപിടിച്ചു, അത് ഉപയോഗിച്ച് നോക്കി, അത് കാശ് പോയതല്ലാണ്ട് റിസൾട്ടില്ല. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും, നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഇത് ഒരു ഫാസ്റ്റ് ട്രാക്ക് ക്ലബ്ബ്, ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ക്ലബ്ബിലേക്ക് വരിക. ഈ ക്ലബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തിന് വേണ്ട ഒരു ചാനലാണ്. അങ്ങനെ നോർമൽ ചാനൽ അവിടെ തന്നെ ഉണ്ടാവും, നോർമൽ ചാനൽ ഇല്ല എന്നല്ല പറയുന്നത്. കാരണം ഫാസ്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പോകുന്നവർക്ക് ഫാസ്റ്റായിട്ട് സപ്പോർട്ടും കിട്ടണം, അവർക്ക് കൂടുതൽ അറിവുണ്ടാക്കണം. വേറെ ഒന്നുമില്ല, അറിവ് കൂടുതൽ ഉണ്ടാക്കണം. അതാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഗ്രീൻ മൈൻസ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ തുടങ്ങാൻ തന്നെ കാരണം ട്രെയിനിങ് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് സെല്ല് ചെയ്യാനുള്ളത്? നമ്മുടെ ഈ ടോട്ടൽ പരിപാടിയിൽ നമ്മൾ സെല്ല് ചെയ്യേണ്ട സാധനം എന്താ ഉള്ളത്? വിൽക്കേണ്ടത് 1 പ്രോഡക്റ്റ്, 2 ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഈ 2 സാധനമാണ് നമ്മൾ സെല്ല് ചെയ്യാൻ നമ്മളിലുള്ളത്. ഇതിനകത്ത് പ്രൊഡക്റ്റ് നമ്മൾ നല്ല ശതമാനം ആൾക്കാർ, അത് നമുക്ക് ഒരു നേരത്തെ പറഞ്ഞാൽ ഒരു പുഷ് മാർക്കറ്റിംഗ് നമുക്ക് ആർക്കും താല്പര്യമില്ല. കൃഷിക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സംഭവം നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാന്നൊരു ആംഗിൾ കണ്ടിട്ടില്ല. കൃഷിക്കാരനെ സഹായിക്കാതെ കൃഷിക്കാരനെ കൊണ്ട് ട്രയൽ ചെയ്യിച്ച് അവർക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തി. അത് പക്ഷേ കൃഷിക്കാരുടെ തന്നെ വളരെ ചുരുക്കം ആൾക്കാരെ അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നവരുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഗതികേട്. കൃഷിക്കാരുടെ തന്നെ ഈ ഫോളോവേഴ്സാണ് കൂടുതൽ. ലീഡർഷിപ്പ് മുമ്പോട്ട് വരുന്ന നേതൃത്വപാഠമുള്ളൊരു കുറവാണ്. അവരാരെങ്കിലും ചെയ്യുന്നത് കേട്ടാലേ നമ്മളെല്ലാ സൊല്യൂഷൻ ഉണ്ടെങ്കിലും അവരടുത്ത ദിവസം വന്ന് അയലൊക്കത്തുള്ളടത്തും പറയുകയാണ്, ഇത് മോശമാട്ടോ, ഗുണമില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതവിടെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോ തന്നതിന് ശേഷം വേറൊരാൾ വന്നിട്ട് പറയുകയാണ്, ഇത് മോശമാണ്, ഇതിനേക്കാളും നല്ലത് വേറൊരാളുടെയാണെന്ന് പറയാണോ? എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. അവർ എവിടെയും വേറെ ആരെങ്കിലും എപ്പോഴും കൃഷിക്കാർ മാത്രമല്ല നമ്മൾ ഉൾപ്പെടെ ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളെപ്പോഴും വേറൊരാൾ പറയുന്നതിനെ അഡ്വൈസ് എടുക്കും. ഈ പറയുന്നവൻ എന്ത് മെച്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ നോക്കുകയില്ല. ഏത് വിഷയത്തിൽ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിന് വേറെ ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ നമുക്ക് വേറെ ഇതിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്തുണ്ട് കൃഷിക്കാർ പലരും അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിക്കാരുടെ അടുത്ത് പക്ഷേ നമ്മൾ പ്രൊഡക്റ്റ് പുഷ് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതല്ല നമ്മുടെ ലൈൻ.
ഗ്രീൻ പ്ലാന്റ് ഇതുവരെ ചെയ്തിരിക്കുന്നത് അതല്ല നമ്മുടെ ലൈൻ. അവരൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഒരു മാസം 2 ലക്ഷം രൂപ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ സാധനം ആരുടെയും തലയിൽ കൊണ്ട് കൊടുത്ത് ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നൊരു പരിപാടി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമ്മുടെ ലൈൻ. ആൾക്കാരെ അവരെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് അവരെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് ലോങ് ടൈം ഒരു ബിസിനസ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ സാധനം നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും മാർക്കറ്റ് ചെയ്യാതെ ഒരിക്കലും ഒരു ബിസിനസ് വർക്കുകയില്ല. രണ്ടാമത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മാർക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇഷ്ടം പോലെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവരും ബിസിനസ് നഷ്ടപ്പെട്ടവരും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്നും തോന്നുന്നില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ഒരു കസ്റ്റമറെ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വളം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഉടനെ ചോദിക്കും വാഴയ്ക്ക് പറ്റുമോ, തെങ്ങിന് പറ്റുമോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോൺ കണക്ഷൻ നമ്മളെടുത്തത് അതിനകത്ത് നിലനിർത്താൻ 10 പ്രാവശ്യം നമ്മളെ വിളിക്കുന്നത്. നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നവരെ പോലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. സത്യത്തിൽ പലരും സർവീസ് ചെയ്യുന്നില്ല. നമുക്ക് നേരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം കൂടുതൽ ആൾക്കാർ വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സാറിന് തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ രാധാകൃഷ്ണൻ സാറിന് തന്നെ സാറിന് ഇതുവരെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരെ രണ്ടാമതൊന്നുകൂടെ കോൾ ചെയ്യാൻ ഒരു 6000-7000 കൊടുത്തൊരു പെൺകുട്ടിയെ വെച്ചാൽ തന്നെ അതിൽ നിന്ന് എന്തുമാത്രം ബിസിനസ് ഉണ്ടാവും. ഞാനിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ ദിവസം ചുമ്മാ ഫോൺ ചെയ്തോളൂ. എനിക്കൊരു 10-75,000 രൂപ ഓർഡർ നമ്മുടെ സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ തന്നെ ചുമ്മാ ഫോണിൽ കൂടെ പറയുന്നത് അടുത്ത 75,000 രൂപ. നമ്മളൊന്ന് ഫോൺ വിളിക്കാൻ പോലും നമ്മൾ ചെയ്യാറില്ല. രണ്ടാമത് വിളിച്ച് ഞാൻ തുടക്കത്തിലെല്ലാം ചെയ്യുമായിരുന്നു. അതിനുശേഷം പല തിരക്ക് വന്നപ്പോഴത്തേന് കുറേ വിട്ടുപോയി. അവരെ ചുമ്മാ എങ്ങനെയുണ്ട്, സുഖമുണ്ട്, കൃഷി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തന്നെ അടുത്ത ഓരോ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അന്നേരം ഇങ്ങനെയാണ് പല കമ്പനികളും വിറ്റെടുക്കുന്നത്. ഈ അഗ്രസീവായിട്ടുള്ള സെയിൽസ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും കൃഷിക്കാരനുമായിട്ട് റെഗുലറായിട്ട് കമ്മ്യൂണിക്കേഷൻ നിന്നാൽ തന്നെ ഇഷ്ടംപോലെ ഈ ഒരു കാറ്റഗറി ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ബിസിനസ് ചെയ്യുന്ന പോലെ ചെയ്താൽ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മാർക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ 1 ലക്ഷം ക്ലബ്ബിലെത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 1 ലക്ഷം ക്ലബ്ബ്. മനസ്സിലായി? ഈ ഏരിയ മനസ്സിലായോ? ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ആൾക്കാരെ ഫ്രഷ് ആയിട്ട് എല്ലാ മാസവും ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പേരിരിക്കുന്നു, അടുത്ത മാസം കൂടുമ്പോൾ ഇപ്പോൾ ഇവിടെ 10 പേരായിരിക്കുന്നത്, അടുത്ത മാസം കൂടുമ്പോൾ ഇവിടെ 30 പേരിരിക്കുന്ന അടുത്ത വലിയ ഹോളിലേക്ക് മാറാൻ പറ്റണം. ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നവരുടെ എണ്ണം കൂടി വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കെയിലിൽ കേരളം മുഴുവൻ എത്തിക്കാനോ കേരളം തമിഴ്നാടും കർണാടക മുഴുവൻ കവർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ബിസിനസ്സുകാരെയാണ് ബിസിനസ്സായിട്ട് കാണുകയും എന്നാൽ കൃഷിക്കാരോട് സ്നേഹവും സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ആൾക്കാരെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും കൂടെ ബാലൻസ് ഉണ്ട്. ചില ആൾക്കാർ ഞാൻ എപ്പോഴും സാറിനോടൊക്കെ പറയാറുണ്ട്, ചില ആൾക്കാർ പ്യുവർ സർവീസ് ആൾക്കാരുണ്ട്. അവർക്ക് ബിസിനസ് അല്ല അവരുടെ, അത് സർവീസാണ്, ആൾക്കാരുടെ സേവനമാണ്. ചില ആൾക്കാർ എനിക്ക് കാശ് വേണം, കച്ചവടം വേണം. ഇത് രണ്ടിൻ്റെയും കൂടെ മിഡിലായിട്ട് നമ്മൾ പോകണം. നമുക്ക് ബിസിനസ്സും ഉണ്ടാവണം, ലോങ് ടൈം കാഴ്ചപ്പാടും ഉണ്ടാവണം, സമൂഹത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവണം, സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്ന ആദരവ് കിട്ടുന്ന ഒരാളായിട്ട് മാറണം. എന്നാൽ നമുക്ക് വെറും കച്ചവടക്കാരനായിട്ട് അതപ്പതിക്കാനും പാടില്ല. വെറും സർവീസ് അത് നമ്മൾ മഹാത്മാഗാന്ധി നടക്കുന്ന പോലെ അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയിൽ അതും പാടില്ല. അതിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അമ്പലങ്ങളോ പള്ളികളോ ആണെങ്കിൽ പോലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തതിൽ നിൽക്കത്തില്ല. ഏതൊരു ബിസിനസ്സും ഒന്നെങ്കിൽ ലാഭത്തിൽ പോകും അല്ലെങ്കിൽ നഷ്ടത്തിൽ പോകും. ഈ നേർവരയിൽ ഒരിക്കലും ഒരു ബിസിനസ്സും പോവുകയില്ല. ഒന്നെങ്കിൽ ഗ്രാഫ് ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങോട്ട് പോകും. ഒരിക്കലും ഒരു ഗ്രാഫ് ഒരു ബിസിനസ്സും ഇങ്ങനെ പോകത്തില്ല. ഇങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. ഒരിക്കലും ഈ നേർവരയിൽ ഇങ്ങനെ പോകത്തില്ല ഒരു ബിസിനസ്സും. അപ്പോൾ ഇങ്ങോട്ട് പോകാതിരിക്കണം, ഇങ്ങോട്ട് സാധനം തിരിച്ചു വിട്ടേ പറ്റുള്ളൂ. അമ്പലമാണേലും പള്ളിയാണേലും ഏതാണേലും. അപ്പോൾ പ്രോഫിറ്റബിളായിട്ട് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റബിൾ അല്ലാതെ ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രോഫിറ്റബിലിറ്റി മാത്രമായിരിക്കരുത് പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ. നമ്മൾ അതാണ് ഇതിനകത്ത് നോക്കണം. അപ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മാർക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഈ ഗ്രീൻ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള കാരണം എന്തായിരിക്കും ഒന്ന് പറയാമോ? എന്തിനാണ് ഗ്രീൻ പ്ലാനറ്റ് വന്നത് രാജേഷ്? ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാന. അതായത് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയും ഫോറിൻ ട്രിപ്പാണ് ആദ്യത്തെ അട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ചിന്തയും വന്നത്. ഓക്കെ, സെക്യൂർ ആയിട്ടുള്ള ഇൻകം. നമ്മൾ പല ആൾക്കാരും ജനിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെടാൻ വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു വിഭാഗം നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ഇതൊക്കെ ഈ നാട്ടിൽ എത്ര പേര് എൻജോയ് ചെയ്യുന്നുണ്ട്? ഇതൊന്നും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല പലർക്കും. അതിനകത്ത് മാനസികാവസ്ഥയായിരിക്കില്ല. ഫാമിലിയായിട്ട് വന്ന് എത്രയോ നല്ല സ്ഥലങ്ങൾ എവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റും. എത്രയോ ഫാമുകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ തന്നെ എത്രയോ ഫാമുകൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ പലരും കണ്ടിട്ട് പോലുമില്ല. കേരളത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥ ഉള്ളിടത്താണ് ഏറ്റവും നല്ല കൃഷികൾ നടക്കുന്നത്, അല്ലേ? മൂന്നാർ അല്ലെ വയനാട്, ഇവിടെയൊക്കെയാണ് ഏറ്റവും നല്ല കൃഷികൾ നടക്കുന്നത്. കേരളത്തിലെ തന്നെ എത്ര പേര് അവിടെയൊക്കെ ചുമ്മാ ടൂറിന് പോയിട്ട് പോകുന്നുണ്ടായിരിക്കും. നമ്മളവിടെ ചെന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി. നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി, അവിടെ താമസിച്ച് അവിടെയുള്ള ലോക്കൽ ആൾക്കാരായിട്ട് സൗഹൃദങ്ങൾ, ഇതൊന്നും വേറൊരു സ്ഥാനത്ത് കിട്ടുകയില്ല. ഇപ്പോൾ വയനാടൊക്കെ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ പലരും പോയിട്ട് പോലുമില്ല. എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ പോകണം, കാണണം. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാം. ഫോറിൻ ട്രിപ്പുകൾ യാത്രകൾ